ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് മൈൻ ചെയ്തിരുന്ന സിപിൻ നെറ്റ്വർക്കിലെ സിപിൻ ടോക്കൺ വിഡ്രോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം കുറേ പേർക്ക് ട്രസ്റ്റ് വാലറ്റിൽ വിഡ്രോ കിട്ടി. എങ്ങനെയാണോ നിങ്ങൾ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് അതുപോലെ മെറ്റാമാസ്കിൽ വിഡ്രോ കിട്ടിയവരുണ്ട്. ചിലർ ഡയറക്റ്റ് ബിറ്റ്മാർട്ടിൻ്റെ കൊടുത്തവരുണ്ട്. അത് ഇത്തിരി അതിബുദ്ധി കാണിച്ചവരാണ്. അപ്പോൾ അവർക്കും വിഡ്രോ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് വിഡ്രോ എടുക്കേണ്ടത്, അതുപോലെ എന്തൊക്കെയാണ് അനൗൺസ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ആപ്ലിക്കേഷനിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഇവിടെ ഇതിൻ്റെ അനൗൺസ്മെൻറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അനൗൺസ്മെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഓപ്പണായിട്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ പുതിയ 2 എക്സ്ചേഞ്ചിൽ ഇപ്പോൾ ലിസ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. ആൾറെഡി ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 29 റാങ്കിൽ നിൽക്കുന്ന വീക്സ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലും ലിസ്റ്റിംഗ് പറയുന്നുണ്ട്. അപ്പോൾ പുതിയ എക്സ്ചേഞ്ചുകളിൽ ഇനി ലിസ്റ്റാകുന്ന അറിയില്ല. അപ്പോൾ ഇതിനെങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ അതിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് വന്നിട്ടുണ്ട്. ഇതിൽ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് നിങ്ങൾ കോൺട്രാക്റ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ട്രസ്റ്റ് വാലറ്റിലേക്ക് നമുക്ക് പോകാം. ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, അതിൽ രണ്ടിലും എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ട്രസ്റ്റ് വാലറ്റിൻ്റെ ഓപ്പൺ ആയിരിക്കുകയാണ്. ട്രസ്റ്റ് വാലറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് നമുക്കിപ്പോൾ ഈ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിളായിട്ട് ഏറ്റവും മുകളിൽ ഈ കാണുന്ന ഈ പ്ലസിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഈ നെറ്റ്വർക്ക് ഇവിടെ എത്തേറിയ എന്നുള്ളത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക, നെറ്റ്വർക്ക് എന്ത് ചെയ്യുക, ബിനാൻസ് സ്മാർട്ട് ചെയിൻ, ഈ BNB എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അഡ്രസ്സ് അവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. അഡ്രസ്സ് എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി വരും. ഇമ്പോർട്ട് എന്ന് പറയുന്ന ഈ ഇത് പ്രസ് ചെയ്യുക. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ടോക്കൺ നിങ്ങളുടെ ഇമ്പോർട്ടായി കാണും. അപ്പോൾ ബാക്ക് ഇറങ്ങി സ്ക്രോൾ ചെയ്യുക. ഏറ്റവും താഴെ ഇവിടെ സിപിൻ ടോക്കൺ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ ട്രസ്റ്റ് വാലറ്റിൽ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ ടോക്കൺ നിങ്ങൾക്ക് ക്രെഡിറ്റായി കാണാം. കുറേ പേർക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്, കുറേ പേർക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇനി നമുക്ക് മെറ്റാമാസ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, മെറ്റാമാസ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നെറ്റ്വർക്ക് ചെക്ക് ചെയ്യുക. BNB ആണോ ബിനാൻസിൻ്റെ സ്മാർട്ട് ചെയിൻ ആണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇതിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ബിനാൻസ് സ്മാർട്ട് ചെയിൻ തന്നെയാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഇമ്പോർട്ട് ടോക്കൺ എന്ന് എഴുതിയിരിക്കുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന കസ്റ്റം ടോക്കൺ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെ ഒരു ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ സ്കാം ടോക്കൺ നമ്മുടെ ഇതിൽ ആഡായി കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. എന്ത് ചെയ്യുക, ഇവിടെ കോൺട്രാക്റ്റ് അഡ്രസ്സ് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇത് ഇങ്ങനെ കാണുകയാണെങ്കിൽ അല്പം ഒരു ടൈം എടുക്കാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ സിപിൻ അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്പ്ലേയെല്ലാം വരും. നെക്സ്റ്റ് കൊടുത്ത് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ടോക്കൺ ഇവിടെ കാണാൻ കഴിയും. എനിക്കിത് ഇതുവരെയും ടോക്കൺ റിസീവ് ആയിട്ടില്ല. ഞാൻ അല്പം വീഡിയോ ഡിലേ ആക്കിയതും എനിക്ക് ടോക്കൺ ഞാൻ 1-2 പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ടോക്കൺ വന്നിട്ടില്ല. ഇപ്പോഴും എനിക്ക് ടോക്കൺ വന്നിട്ടില്ല. നിങ്ങൾ ടോക്കൺ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്താ പറയുക, വേറെ ഒന്നും ബുദ്ധിമുട്ടേണ്ട. ടോക്കൺ വരും. ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ടോക്കൺ വരും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ടോക്കൺ എങ്ങനെയാണ് ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ ചെറിയൊരു ഗ്യാസ് ഫീ ഇവിടെ വേണ്ടി വരും. എനിക്കിവിടെ കുറച്ച് ഗ്യാസ് ഫീ ഇവിടെ ഉണ്ട്. അപ്പോൾ ഗ്യാസ് ഫീ ഇല്ലാത്തവർ എന്ത് ചെയ്യുക, BNB കുറച്ച് എക്സ്ചേഞ്ചിൽ എന്തെങ്കിലും ബൈ ചെയ്ത് കൊണ്ടുവരിക. ഇതിൽ വന്നിട്ട് എൻ്റെ ഡയറക്റ്റ് റെഫറലിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണോ നിങ്ങളെങ്കിൽ അതിൻ്റെ പ്രൂഫ് കാണിക്കുന്നവർക്ക് ചെറിയൊരു ഗ്യാസ് ഫീ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ കയ്യിൽ BNB ഇല്ല എങ്കിൽ മാത്രം, BNB ഇല്ല, അതുപോലെ തന്നെ സിപിൻ നിങ്ങൾ വിഡ്രോ ചെയ്തിരിക്കണം, എൻ്റെ ഡയറക്റ്റ് റെഫറലായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ചെറിയൊരു ഗ്യാസ് ഫീ ഞാൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് എന്ത് ചെയ്യുക, നേരെ നമുക്ക് ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്യാം. ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ വാലറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ആ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പണായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഏറ്റവും മുകളിൽ സെൻട്രലായിട്ട് ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഈ ഏറ്റവും മുകളിൽ എന്ത് ചെയ്യുക, സിപിൻ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഡിപ്പോസിറ്റ് അഡ്രസ്സ് വരും. ഡിപ്പോസിറ്റ് അഡ്രസ്സ് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക. നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റാണോ മെറ്റാമാസ്കിലാണോ അവിടേക്ക് പോവുക. അവിടേക്ക് പോയതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ സിപിൻ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. അത് സെർച്ച് ചെയ്തതിന് ശേഷം
നമുക്ക് ഈ സി-പിൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. സി-പിൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെൻഡ്, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ സെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെ കാണുന്നുണ്ട്. സെൻഡ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, കോൺട്രാക്റ്റ് അഡ്രസ്സ് നിങ്ങൾ ബിറ്റ്മാർട്ടിൽ നിന്ന് കൊണ്ടുവന്ന കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ മാക്സിമം എന്ന് പറയുന്ന ഇത് കൊടുത്താൽ മതി. മാക്സിമം എന്ന് പറയുന്ന ഇവിടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോക്കൺ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും, ഇവിടെ നമ്മുടെ ടോക്കൺ ഇവിടെ നിന്ന് നേരെ ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിലേക്ക് പോകും. അപ്പോൾ എപ്പോഴാണ് ലിസ്റ്റിംഗ് ആകുന്നത് ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ടോക്കൺ നമുക്ക് സെല് ചെയ്യാൻ കഴിയും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. വീഡിയോസ് റെഗുലറായിട്ട് കാണുന്നവർ എന്ത് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഫ്രീ ആയിട്ടുള്ള ക്രിപ്റ്റോ ഏണിങ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.